നമസ്കാരം. ഒടുവിൽ സർക്കാരിന് കാര്യങ്ങൾ ബോധ്യമായി. പക്ഷേ ബോധ്യമാകാത്ത ചിലർ ഇപ്പോഴുമുണ്ട്. സെലിംഗമന്ത്രി ആരംഭിക്കുന്നു. ഇന്നലെ ആയിരിക്കാം തീയതി ഇല്ലാത്ത ഒരു വാർത്താക്കുറിപ്പ്. തുറമുഖത്തെ ലോ ആൻഡ് ഓർഡർ, കടലിലെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയാം. വാസ്തവത്തിൽ സ്റ്റേറ്റ് മെഷീനറി ഫെയിലാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ 140 ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു. സ്റ്റേറ്റ് മെഷീനറി പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോഴാണ് സമരം ഓരോ ദിവസം കഴിയുമ്പോഴും അക്രമ സമരത്തിലോട്ട് കടന്നത്. ഏതാണ്ട് അതിന് തുല്യമായ ഒരു സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നിയമം കയ്യിലെടുത്തുകൊണ്ട് ഏത് നിയമത്തെയും ധിക്കരിക്കും എന്നുള്ള തരത്തിലാണ് ചിലർ ഇപ്പോഴും പെരുമാറുന്നത്. ഇവിടെ സർക്കാരിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട 8-10 ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് അവിടുത്തെ കപ്പൽചാലിനെ സംബന്ധിച്ച്, ഹാർബർ ബേസിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കുമ്പോൾ പകൽ, ഇന്നലെ വരെ നമ്മൾ കണ്ടതൊക്കെ രാത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടാപ്പകൽ തന്നെ ഹാർബറിനകത്ത്, ബേസിനകത്ത് മത്സ്യബന്ധനം നടക്കുകയാണ്. അതിന്റെ ഒരു വിഷ്വൽ കണ്ടിട്ട് അതിശയമൊന്നും തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നാഥനില്ലാത്തൊരു നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. MSC ബെറിൽ 28-ാം തീയതിയാണ് ഇവിടെ വന്നത്. 28-ാം തീയതി രാവിലെ വന്നു, 30-ാം തീയതി ഉച്ചയ്ക്കാണ് തിരിച്ചു പോയത്. ഇതിനിടയ്ക്ക് ബേസിനകത്ത് കയറി മത്സ്യബന്ധനം നടത്തുന്നത് എന്റെ അറിവിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളല്ല. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് പരമ്പരാഗത മത്സ്യയാനങ്ങളാണ്. ഔട്ട്ബോർഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ചെറിയ വള്ളങ്ങളാണ്. പക്ഷേ ഇതിനകത്ത്, ബേസിനകത്ത് കാണുന്നത് യന്ത്രവൽകൃത ബോട്ടാണ്. അപ്പോൾ ഒന്നുകിൽ അത് സമീപ പെരുമാതുറയിൽ നിന്ന് വന്നതായിരിക്കും, അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിലെ മുട്ടത്തുനിന്ന് വന്നതായിരിക്കാം, ഇല്ലെങ്കിൽ കൊല്ലം, നീണ്ടകര എവിടെന്നെങ്കിലും വന്നവർ ഇവിടെ മത്സ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനകത്ത് കയറി മീൻ പിടിക്കാൻ ധൈര്യം കാണിച്ചതാണ്. ഇത്രയും വലിയ കപ്പലകത്ത് കിടക്കുമ്പോൾ അവർക്ക് ഒരു കൂസലുമില്ലാതെ 2 ചെറിയ വള്ളങ്ങളും ഒരു മത്സ്യബന്ധന ബോട്ടും, യന്ത്രവൽകൃത ബോട്ടുമായിട്ടാണ് മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്താണ് അതിനെതിരെയുള്ള ഒരു മീറ്റിംഗ് സെക്രട്ടേറിയറ്റിലായിരിക്കാം നടന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. തീരുമാനങ്ങൾ ഇവയൊക്കെയാണ്: സർക്കാർ ഉത്തരവ് പ്രകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തന മേഖലകളെ അപ്രോച്ച് ചാനൽ, നങ്കൂരമിടുന്ന സ്ഥലങ്ങൾ, ബേസിൻ ഏരിയ, പുലിമുട്ട് മേഖല കൂടാതെ മറ്റ് സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഔദ്യോഗിക രഹസ്യ നിയമം 1923 പ്രകാരം ഒരു നിരോധിത സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് 421 കപ്പലായിപ്പോ പ്രഖ്യാപിച്ചത്. ഇന്നലെ ഒന്നും അല്ലല്ലോ. ഈ കപ്പല് വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം നിലവിലുള്ളതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവർ കടന്നു കയറി ഈ കടലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? 400 മീറ്റർ വരെ നീളമുള്ള മദർഷിപ്പുകൾ പോർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് യോഗം ചേർന്നത്. എന്തായാലും യോഗം ചേർന്നത്, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും യോഗം ചേരാൻ തോന്നിയത് നന്നായി. കാരണം മാധ്യമങ്ങൾ ഇത് പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഒരു യോഗം ഇവിടെ നടക്കില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. എന്തായാലും യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, കുറഞ്ഞ ആളുകളൊന്നുമല്ല, കൂടിയിരിക്കുന്ന ആളുകൾ തന്നെയാണ്, തുറമുഖ വകുപ്പ് സെക്രട്ടറി, ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ജില്ലാ കളക്ടർ, വിസിൽ MD, ജില്ലാ പോലീസ് മേധാവി, മറൈൻ എൻഫോഴ്സ്മെന്റ് SP, ഫിഷറീസ് ഡയറക്ടർ, കോസ്റ്റ് ഗാർഡ് കമാൻഡ്, അദാനി വിഴിഞ്ഞം പോർട്ട് അധികൃതർ എന്നിവർ പങ്കെടുത്തു. ഇത്രയും വലിയ വലിയ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇവരുടെ എല്ലാം മൂക്കിന്റെ മുകളിൽ കൂടി കയറി ഇവിടെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ആരെങ്കിലും ഇവിടെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കുകയാണ് അവർ ചെയ്തത്. ദേവിയത് ഇതിന് ഒരു മുഴുവൻ സമയ ജാഗ്രതാ ടീമിനെ ഈ പ്രദേശത്ത് നിയോഗിക്കേണ്ട അത്യാവശ്യമാണ്. ഈ 24 hours, 24 മണിക്കൂറും സുരക്ഷ ഒരുക്കുന്ന അല്ലെങ്കിൽ ഇത് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പോർട്ട് പൂട്ടാനാണ് ചിലരുടെ നീക്കം. അപകടത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആദ്യം ആളുകളെ മണ്ണെണ്ണ ഒഴിച്ച് കൊന്നിട്ട് പോർട്ട് പൂട്ടിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോ കടലിൽ ഒരു അപകടം ഉണ്ടാവുന്ന തരത്തിലാണ് ഇപ്പോഴും വള്ളങ്ങൾ, കപ്പലുകളുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത്. ഇവിടെ ഒരു ക്യാപ്റ്റൻ, നേരത്തെ സെലിംഗമന്ത്രിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്ന ക്യാപ്റ്റന്റെ ഒരു വാക്കുണ്ട് അവസാനം ഈ യോഗത്തെ തുടർന്ന്: അറ്റ്ലീസ്റ്റ് ലൈഫ് ഓഫ് സം ഫിഷർമാൻ വിൽ ബി സേവ്ഡ്
ഇങ്ങനെ എടുത്താൽ പാവം മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ കപ്പലും ക്യാപ്റ്റനും അവരുടെയൊക്കെ കൺസേൺ ആരോടാണ്. അറ്റ്ലീസ്റ്റ് ലൈഫ് ഓഫ് സം ഫിഷർമെൻ വിൽ ബി സേവ്ഡ് ഫ്രം ആക്സിഡന്റ് ആൻഡ് ഓൾസോ അറസ്റ്റ് ഓഫ് ദി മാസ്റ്റർ. ഒരു അപകടം ഉണ്ടായ ഉടനെ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യാമല്ലോ. അറസ്റ്റ് ദ മാസ്റ്റർ ആൻഡ് ദ വെസൽ ആഫ്റ്റർ ദ ഇൻസിഡന്റ്. നമ്മുടെ അഗിതയെ പോലെ അറസ്റ്റ് ചെയ്തിടാൻ പിന്നെയും നിങ്ങൾക്ക് വെസലുകൾ കിട്ടും. അപ്പൊ കുറഞ്ഞത് അത്രയെങ്കിലും തടയുവാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നന്നായി എന്നാണ് ഇത് ഷൂട്ട് ചെയ്ത് നമുക്ക് അയച്ചു തന്ന ക്യാപ്റ്റൻ നമ്മളോട് പറഞ്ഞത്. അപ്പോ ഇതൊന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും യോഗം നടക്കുമ്പോഴും ബേസിനകത്ത് കയറി ഈ പറയുന്ന കപ്പൽ ചാലല്ല, എത്ര ദൂരമുണ്ടെന്ന് നോക്കുക. എംബസി ബെറിൽ ഇവിടെ നിൽക്കുമ്പോൾ എത്ര ദൂരമുണ്ട്? ഒരു 100 മീറ്റർ കാണും. 100 മീറ്റർ അകലത്തിൽ വന്ന് മീൻ പിടിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല, വല്ല നുഴഞ്ഞുകയറ്റക്കാരാണോ തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ അന്വേഷിക്കണമെന്നാണ് സെയിലിംഗ് കമന്ററിയുടെ അഭ്യർത്ഥന. പെട്ടെന്നൊന്നും ആലോചിക്കാതെയാണ് ഈ ട്രിവാൻഡ്രം ട്രാക്കത്തോൺ എന്ന് പറയുന്ന ഒരു പരിപാടി ആരംഭിച്ചത്. വാസ്തവത്തിൽ വളരെ അതിശയിപ്പിക്കുന്ന അഭൂതപൂർവമായ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏകദേശം 34 കണ്ടെയ്നറുകൾ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. കാരണം റോഡിൽ വെച്ച് ഈ കണ്ടെയ്നറുകളുടെ ഫോട്ടോ എടുക്കൽ എളുപ്പമല്ല, എവിടെയെങ്കിലും നിർത്തിയിരിക്കുമ്പോഴാണ് എടുക്കേണ്ടത്. അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഒത്തുകിട്ടുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിനകത്ത് നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഡോക്ടർ കോശി, സുനിൽ, ഹാഷിഫ് ചാക്യാർ, വിഷ്ണു, മനു ജോസ് തുടങ്ങിയവരാണ്. പിന്നെ ശ്രീനാഥ്, സ്ഥിരം അയക്കുന്ന ആളുകളുണ്ടല്ലോ, ശ്രീനാഥിനെ പോലുള്ള സ്ഥിരം അയക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇത്രയധികം ആളുകൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെയ്നർ അയച്ചു തരിക മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ ഇന്നലെ വരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ, നമ്മുടെ പോർട്ടിനെ തകർത്തുകൊണ്ടിരിക്കുന്ന നിരവധി സത്യങ്ങൾ ഓരോ കണ്ടെയ്നറിന്റെയും പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഇത്രയും ദിവസത്തെ ഏറ്റവും നല്ല കഥ പറയാൻ അവസരമുണ്ടാക്കി തന്ന ആൾക്കാണ് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ സമ്മാനം സ്പോൺസർ ചെയ്യാനും സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശ്രീ CP ശ്രീകുമാർ. അദ്ദേഹം മുതിർന്ന ഒരു എഞ്ചിനീയറാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം. അദ്ദേഹം ഈ സമ്മാനം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണ് നമ്മുടെ ജേതാവെന്ന് അറിയണ്ടേ? കഴിഞ്ഞ 47 ദിവസമായിട്ട് ഇനിയും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു കണ്ടെയ്നർ കണ്ടെത്തിയാൽ അത് ട്രാക്ക് ചെയ്ത് അതിന്റെ പിന്നിലുള്ള കഥകൾ മനസ്സിലാക്കി പലരുമുണ്ട്. വിഷ്ണു അയച്ചു തന്നതിനകത്തുണ്ട്, ഹാഷിഫ് അയച്ചു തന്നതിനകത്തുണ്ട്, മനു അയച്ചു തന്നതിനകത്തുണ്ട്. ആണെങ്കിൽ പോലും മാധ്യമപ്രവർത്തനത്തിൽ ഈ എന്താണ് ഗ്രോയിങ് എന്ന് പറയും, ഗ്രോയിങ് സ്റ്റോറി, ആ സംഭവം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ദിവസം കഴിയുന്നതോറും. അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടെയ്നറാണ്, അല്ലെങ്കിൽ ആ കഥയാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. മിക്കവാറും പ്രേക്ഷകർക്ക് പിടികിട്ടി കാണും. ശ്രീനാഥ് 16-ാം തീയതി, ജൂൺ 16-ാം തീയതി തലസ്ഥാനത്തിന് 3-4 കിലോമീറ്റർ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്ത 3 കണ്ടെയ്നറുകൾ. ആ കണ്ടെയ്നറുകൾ എത്തേണ്ട സ്ഥലം ഓർമ്മയുണ്ടല്ലോ, ബ്യൂണസ് അയേഴ്സ്. ഇപ്പോഴും ഈ കഥ പറയുമ്പോഴും ഇന്ന് 47 ദിവസമാകുന്നുണ്ട്. ഈ സിൽവർ സെക്കൻഡ് എന്ന് പറയുന്ന കപ്പലിൽ ഇവിടെ നിന്ന് കൊച്ചിയിൽ പോകുന്നു, കൊച്ചിയിൽ സിൽവർ സെക്കൻഡിൽ നിന്ന് കൊളംബോയിൽ പോകുന്നു, കൊളംബോയിൽ നിന്ന് ഇത് കയറി ഈ കപ്പൽ ഇപ്പോഴും ആഫ്രിക്കയുടെ പടിഞ്ഞാറുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ തീരത്താണ് ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്യുമ്പോഴും കാണുന്നത്. അപ്പൊ 47 ദിവസം എടുത്തിട്ടും ഈ കണ്ടെയ്നർ സൗത്ത് ആഫ്രിക്ക വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ബെർത്തിൽ ഒരു കപ്പലുണ്ട്, MSC മെറീന ഡർബൻ, സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. കേവലം 9 ദിവസമാണ് എടുത്തത്. 30-ാം തീയതി ഇവിടെ എത്തി, പുറംകടലിലെത്തി. 30 ഇന്നലെയാണ് ബെർത്തിൽ പ്രവേശിക്കാൻ പറ്റിയത്. അപ്പോൾ 9 ദിവസമാണ് സെയിലിംഗ് ടൈം. അതേ സ്ഥാനത്താണ് 47 ദിവസം എടുത്തിട്ടും ഈ കണ്ടെയ്നർ ഇപ്പോഴും ആഫ്രിക്കയുടെ തീരം കടക്കുന്നതേ ഉള്ളൂ എന്ന കഥ റിപ്പോർട്ട് ചെയ്യാൻ സഹായിച്ച ശ്രീനാഥാണ് ഈ ട്രാക്കത്തോൺ മത്സരത്തിലെ കഴിഞ്ഞ മാസത്തെ ജൂലൈ മാസത്തെ ജേതാവ്. എല്ലാ മാസവും നമുക്ക് ഇതുപോലെ കഥകൾ കണ്ടുപിടിക്കണം. TRVയെ തകർക്കുന്ന യാത്രകൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെ. ഇപ്പോ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ അന്തർദേശീയ പോർട്ടിൽ നിന്ന് പോകുന്ന കണ്ടെയ്നറുകൾ പരമാവധി പോകുന്നത് ദുബായിലോട്ടും കൊളംബോയിലോട്ടും, കൂടിപ്പോയാൽ സിംഗപ്പൂരും പോർട്ട്ലാൻഡും. അതിനപ്പുറം അന്തർദേശീയ യാത്രകൾ ഒന്നുമില്ല നമുക്ക് എന്നുള്ള നിർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാക്കത്തോൺ
എല്ലാ പ്രേക്ഷകരും വളരെ താല്പര്യത്തോടെ എടുക്കണം. ഒരുപാട് കഥകൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് അവസരം നൽകുന്നതാണ് ഈ മത്സരം. ഇതൊരു മത്സരമായിട്ടല്ല, ഇതൊരു സമരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ തുറമുഖത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു സമരമായി കണ്ടുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഒപ്പം ഇതിൽ സമ്മാനം ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും വളരെ താല്പര്യത്തോടെയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ കാക്കനാടിൽ നിന്ന് നമ്മുടെ മന്ത്രിയുടെ കഥ പറയാൻ സഹായിച്ച ഒരു വിഷ്വലും അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു മത്സരമാണ് നടന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതേ താല്പര്യത്തോടെ തന്നെ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത്, ബ്രൗൺ കളറുള്ള കണ്ടെയ്നർ മിക്കവാറും ഇപ്പോൾ കണ്ട്ലയിൽ നിന്ന് ടൈൽസ് കയറ്റിക്കൊണ്ട് വരുന്നതാണെന്ന് സെയിലിംഗ് കമന്ററി പോലും ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയ ഒരു മത്സരമാണ് ട്രിവാൻഡ്രം ട്രാക്കത്തോൺ. പ്രേക്ഷകർ കൂടുതൽ താല്പര്യത്തോടെ വീണ്ടും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീനാഥിനെ എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ശ്രീനാഥിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമ്മാനം ശ്രീകുമാർ സ്പോൺസർ ചെയ്ത സമ്മാനം മോഹൻകുമാറിന്റെ പട്ടത്തുള്ള മോഹൻകുമാറിന്റെ കടയിൽ നിന്ന് കൈപ്പറ്റണമെന്നും ശ്രീനാഥിനോട് അഭ്യർത്ഥിക്കുകയാണ്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.